ഇന്ന് ഞാൻ പറയുന്നത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. നമ്മിൽ പലരും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പരിഗണിക്കാതെ നമ്മളിൽ വന്നു ചേർന്ന ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും മാത്രമാണ് എടുത്തു കാണിക്കുന്നത്. അള്ളാഹ് ഞങ്ങൾക്ക് വീടില്ലല്ലോ, കടമാണല്ലോ, രോഗങ്ങളാണല്ലോ, സമ്പത്തില്ലല്ലോ എന്നിങ്ങനെ ഒരുപാട് പരാതികളാണ് നമുക്കുള്ളത്. എന്നാൽ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓർത്താൽ നമുക്കിതൊന്നും ഒരു പരാതിയാവുകയേയില്ല. നമുക്ക് മനോഹരമായി ഈ ഭൂമി കാണാൻ അള്ളാഹ് കണ്ണ് തന്നു. ഓർത്തു നോക്കൂ, പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്കൊരാളുടെ സഹായമില്ലാതെ നടക്കാനോ പോകാനോ വരാനോ സാധിക്കുമോ? ഈ ഭൂമി തന്നെ കാണാൻ കഴിയുമോ? സ്വന്തം മാതാപിതാക്കളെയോ മക്കളെയോ കാണാൻ കഴിയുമോ? മൊത്തത്തിൽ നമ്മുടെ ജീവിതം ഇരുട്ടിലായി പോകില്ലേ? അപ്പോൾ നമുക്ക് കണ്ണ് തന്ന റബ്ബ് എത്രയോ വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നത്. അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ കൈകളും കാലുകളും തന്നു. വീടില്ല എന്ന് വിഷമിക്കുമ്പോൾ തെരുവോരങ്ങളിൽ റബ്ബ് നമ്മെ കിടത്തിയില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുക. എത്രയോ പേര് മക്കളില്ലാതെ കരയുമ്പോൾ നമുക്ക് കിട്ടിയ മക്കൾ പടച്ചവൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. എത്രയോ ആളുകൾ ആഹാരമില്ലാതെ വിശന്നൊട്ടിയ വയറുമായി നിലവിളിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആഹാരം എത്രമാത്രം വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബുദ്ധി തന്ന റബ്ബിനെ എത്ര സ്തുതിച്ചാലാണ് നമുക്ക് മതിയാവുക. സൃഷ്ടികളോട് ഏറ്റവും കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. എത്ര തെറ്റ് ചെയ്താലും പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് മനസ്സുരുകി പറഞ്ഞാൽ പുറത്തു തരുന്നവനാണ് നമ്മുടെ റബ്ബ്. ഒരു ഉമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹത്തിനേക്കാൾ 10,000 മടങ്ങ് സ്നേഹം നമ്മുടെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിന് നമ്മളോടുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ റബ്ബിനെ സ്നേഹിക്കുക. ഇങ്ങനെയുള്ള റബ്ബിനെ എത്ര സ്തുതിച്ചാലാണ് നമുക്ക് മതിയാവുക, എത്ര സ്നേഹിച്ചാലാണ് മതിയാവുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൽബറിഞ്ഞ് പറയുക അൽഹംദുലില്ലാ. നമ്മുടെ സുഖത്തിലും നമ്മുടെ ദുഃഖത്തിലും നമ്മൾ കൽബറിഞ്ഞ് എപ്പോഴും പറയേണ്ടത് അൽഹംദുലില്ലാ എന്ന് മാത്രമാണ്. ആ അൽഹംദുലില്ലയിൽ നമുക്ക് എല്ലാം അള്ളാഹു തരും. അതിൽ അടിയുറച്ച് വിശ്വസിക്കുക. അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊരു ബോധം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.